ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വോയിസ് ക്ലിയർ ആണോ? വോയിസ് വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ സെക്ഷൻ, അതായത് ഇത്രയും ദിവസം നിങ്ങൾ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. നമ്മൾ ഓരോ ദിവസവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ സ്ട്രാറ്റജീസ്, അതിലെങ്ങനെ ലീഡ്സ് ജനറേറ്റ് ചെയ്യണം, എങ്ങനെ ഫോളോ അപ്പുകൾ കൊടുക്കണം, എങ്ങനെ ക്ലോസിംഗ് നടത്തണം, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് ഇത്രയും ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. ഈ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. ഭൂരിഭാഗം ആൾക്കാർ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഇന്ന് അവരുടെ ടീമിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ഒക്കെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ആയതുകൊണ്ട് പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്നാലും നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് സെക്ഷൻ ഒരിക്കലും എന്താ പറയാ, ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മാറി ഇരുന്നിട്ട് പിന്നീട് വന്ന് റെക്കോർഡ് സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇനി റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ സെക്ഷനിൽ ഫുൾ ആയിട്ട് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുക, എം ടി ബക്കറ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഫില്ല് ചെയ്ത് തരും. നിങ്ങളുടെ ഡൗട്ട്സുകൾ, ഇത്രയും നാളെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ സംസാരിച്ചിട്ടേ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ അൺമ്യൂട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ശീതൾ. ഹലോ ഹലോ ചെയ്തേ. ശീതൾ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം കേൾക്കാം. ഓക്കെ, അപ്പോ ചെയ്തു പറഞ്ഞ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ബിഫോർ BOP വിളിക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് ഡൗട്ട്, നിങ്ങൾ ചെയ്യണ വർക്കാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ജസ്റ്റ് വർക്ക് എന്താണെന്നൊന്ന് തെളിച്ചു പറഞ്ഞൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബിഫോർ BOPയില്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബിഫോർ BOPയിൽ വർക്ക് തെളിച്ചു പറഞ്ഞു കൊടുക്കുക? ഓക്കെ, ബിഫോർ BOP അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ വർക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ? അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോയിട്ട് ഇതാണ് വർക്ക്, കൺസ്യൂമർ ക്രിയേഷൻ, കസ്റ്റമർ ക്രിയേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോസ്പെക്റ്റിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ മതി. ശീതൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എന്റെ അടുത്തേക്ക് വരികയാണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നോ കമ്പനി എന്താണെന്നോ പ്രൊഡക്ട്സ് എന്താണെന്നോ ഒന്നും അറിയത്തില്ല ശീതളിന്. ശീതൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് വർക്ക്. ഞാൻ വിളിച്ചിട്ട് ശീതളിന്റെ അടുത്ത് പറയാണ് കമ്പനി ഇന്ന കമ്പനിയാണ്, പ്രൊഡക്ട്സ് ഇതാണ്, അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് എന്ത് ചെയ്യണം, കസ്റ്റമൈസിനെ ക്രിയേറ്റ് ചെയ്യണം, കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ശീതളിന് എന്തെങ്കിലും മനസ്സിലാവും? മനസ്സിലാവോ? ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ട് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ സിമ്പിൾ വർക്ക് ആണെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നോക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഏതൊരു വർക്ക് ഫ്രം ഹോം പോസ്റ്ററിനും അവൻ മെസ്സേജ് ചെയ്യുന്നത്. സോ അവനെ കോളിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ ആദ്യം അവന് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാം, അതും കൂടി ഞാൻ എന്തായാലും ഈ ഒരു ക്വസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാക്സിമം ഗ്രീറ്റിംഗ്സ് മെസ്സേജ് പോകുന്നതിന് പകരം നിങ്ങൾ മനുഷ്യനായിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുക. അവർക്ക് എന്താ പറയാ, അവരെ പരിചയപ്പെടുക, അവരുടെ പേര്, കാര്യങ്ങൾ, വീട് എവിടെയാണ്, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇതിന് ശേഷം അവരുടെ അടുത്ത് പറയാം, ഞാൻ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത്, കോൾ ചെയ്യാൻ ഫ്രീ ആവുന്നത് ടൈം പറയാം. ഈ ടൈമിൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോയാൽ. അപ്പോ അവർ പറയാം ഓക്കെ ഞാൻ ഇന്ന സമയത്ത് ഫ്രീ ആണ്. അങ്ങനെ കോളിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരെ കൊണ്ടുവരിക. മാക്സിമം കോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് കോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വർക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മാറി ഇരിക്കുകയല്ല വേണ്ടത്. മാക്സിമം വോയിസ് കൊടുത്തിട്ടാണെങ്കിലും ചാറ്റ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അവരെ കൺവേർട്ട് ചെയ്ത് ആ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ശ്രദ്ധിക്കാം. ഓക്കെ, മാക്സിമം കോൾ ചെയ്യാൻ പറ്റുന്നവരെ കോൾ ചെയ്ത് തന്നെ സംസാരിക്കുക. കാരണം നമ്മൾ എപ്പോഴും വോയിസ് കൊടുക്കുന്നതിനേക്കാൾ കൺവേർഷൻ റേഷ്യോ വരുന്നത് കോളിലൂടെ ആയിരിക്കും.
സോ ഈ കോളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവന് വീണ്ടും ഒന്ന് പരിചയപ്പെട്ടിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയുക എന്താണ് വർക്ക്. നിങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ചോദിക്കുക, നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? യൂസ് ചെയ്യാറുണ്ട്. ഈ സോഷ്യൽ മീഡിയാസിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ട്രോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റേഴ്സ് കിട്ടുമ്പോൾ അതൊക്കെ മാക്സിമം ഷെയർ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇതേ സെയിം ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയോട് നിങ്ങൾ യെസ് പറയുമോ നോ പറയും? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് യെസ് പറയും അല്ലെ? അപ്പോ അതേപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഒരു US ബേസ്ഡ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾ ഒന്നും പുറത്തുനിന്ന് പഠിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിച്ചു തരും. അങ്ങനെ നിങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ഉള്ള ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലുള്ള ആക്ടിവിറ്റീസിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയും നല്ലൊരു ഇൻകം മന്ത്ലി ജനറേറ്റ് ചെയ്യാനും കഴിയും. സോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ചോദിക്കാം. ഇങ്ങനൊരു ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് യെസ് പറയുമോ നോ പറയുമോ? എല്ലാവരും ഒന്ന് മെസ്സേജ്. ഓക്കെ, യെസ് പറയും അല്ലെ? അതായത് സിമ്പിൾ ആയിട്ട് വർക്കിനെ കുറിച്ച് അവതരിപ്പിച്ചു കൊടുത്തു. നമ്മൾ പറഞ്ഞത് എന്താ? ഒരു വർക്കിന്റെ ഒരു ഉള്ളടക്കം അവിടെ പറഞ്ഞു കൊടുത്തു, ശരിയല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തത് വർക്കിനെ കുറിച്ച്. അതെ, അപ്പോ നമ്മളെ സംബന്ധിച്ച് എന്താ വേണ്ടത്? ഇതേപോലെ വർക്കിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചു കൊടുക്കുക. സിമ്പിൾ ആണ് വർക്ക് എന്നുള്ളത് അവൻ അവിടെ കിട്ടണം, മനസ്സിലായില്ലേ? അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്, അവൻ അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യേണ്ട രീതികൾ എങ്ങനെ, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എന്താ ഇവിടുന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ ഞാൻ കാര്യങ്ങൾ പഠിച്ചാൽ മതി, അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവന് തന്നെ ഒരു ഓക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഇനിയിപ്പോ അടുത്തതായിട്ട് പറയേണ്ടത്, ഇനിയിപ്പോ ഇങ്ങനെ ഒരു കോളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താ കമ്പനി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ചോദ്യങ്ങൾ ചോദിക്കുക അവരോട്? അല്ല, അവന് തന്നെ കാര്യം മനസ്സിലാവും. എന്നിട്ട് അവനോട് പറയുക ഓക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ നിങ്ങളുടെ ഡെയിലി ഒരു വരുന്ന ലീഡിനെ അന്നത്തെ ദിവസം തന്നെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സോ അവനോട് പറയാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇന്ന് രാത്രി നമ്മളൊരു പ്രോഗ്രാം സൂമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 hour സെക്ഷൻ ആയിരിക്കും. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി എന്താ, പ്രൊഡക്ട്സുകൾ എന്താ, മാർക്കറ്റിംഗ് പ്ലാൻ എന്താ, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ പ്രോഗ്രാമിൽ പറഞ്ഞു തരുന്നത്. ആ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ട്രെയിനിങ് ബാച്ചിലേക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് തരും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം, ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ നിങ്ങൾ ചോദിക്കാം. സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യട്ടെ. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ കൺഫേം ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിൽ ഓക്കെ ആണ്, അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയും. പ്രൊഡക്റ്റ് പർച്ചേസ് ഉണ്ടോ ചോദിച്ചാലോ? ഓക്കെ, ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ചോദിക്കും എന്താ പറയാ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ? പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ ഒരു ട്രെയിനിങ്സ് 6 ദിവസം 5, 6, 7 ദിവസത്തെ ട്രെയിനിങ്സിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും. ഇത് ഇത്ര അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കമ്പനി ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താ, ഇതിന്റെ പ്രൊഡക്ട്സുകളുടെ ക്വാളിറ്റി എന്താ, ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇവിടെ വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 തരത്തിലുള്ള ടേൺ ഓവേഴ്സ് ഉണ്ടാവും. 2 ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വർക്കിലേക്ക് ജോയിൻ ചെയ്യാം.
ഈ ഒരു 2 ട്രാക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. പേഴ്സണലി എന്താ പറയാ, പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചും പേഴ്സണലി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലെ, എല്ലാവരുടെ കയ്യിലും ഫണ്ട് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ട്രെയിനിങ്സ് എല്ലാം കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ, ആ ട്രാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. എങ്ങനെ? റെക്കമെൻഡേഷൻ. ഇവിടുത്തെ ചീപ്പ് ആയിട്ടുള്ള മീഡിയം ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റെക്കമെൻഡേഷൻ ത്രൂ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ട്രെയിനിങ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അതിനെ ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ മുടക്കാതെ തന്നെ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലാരിറ്റി അവനവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ മുമ്പോട്ട് പോകുമോ? പോകും. മനസ്സിലായി? ഈ ഒരു രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താ പറയാ, ആ ഒരു വ്യക്തിയോട് ഇങ്ങനൊരു ടേൺ ഓവർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവൻ അവിടെ കിട്ടും. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അവൻ ചിന്തിച്ചാൽ മതി. മനസ്സിലായി? പിന്നീട് അവസാനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പർച്ചേസിങ് ഇല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ അവര് പിന്നെ കുറ്റം പറയുക, നെഗറ്റീവ് പറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല. സോ വരുന്നവരോട് ഈ ഒരു തരത്തിൽ നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി ചെയ്തേ. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർ ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചിലർ നമ്മളോട് പറയും, അയ്യോ ഇന്ന് പറ്റില്ല കേട്ടോ, വേറൊരു ദിവസത്തേക്ക് തരുമെന്ന്. ചിലർ ഈ ലിങ്ക് മേടിച്ചു പോകും. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോന്ന് ചോദിച്ചാൽ ചിലർ പറയും, അയ്യോ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ 2 തരത്തില് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കേസ് ഉണ്ട്. ഈ 2 കേസിലും നമ്മൾ എങ്ങനെയാണ് കുറച്ചും കൂടി നൈസായിട്ട് ഈ കാര്യം അവതരിപ്പിക്കാം? അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരെ എങ്ങനെ ഡീൽ ചെയ്യും? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഒരു തരത്തിലാണ് അവരെ ഇൻവൈറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ അതിനുശേഷം എന്ത് ചെയ്യാം, അവിടെ എന്താ പറയാ, ഇപ്പൊ രാവിലെ വന്ന ഒരു എൻക്വയറി ആണ്, അല്ലെങ്കിൽ രാവിലെ നമ്മൾ കോൾ ചെയ്തു, അതിനുശേഷം വൈകുന്നേരം ട്രെയിനിങ്ങിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്തല്ല നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഒന്നുകൂടെ മെസ്സേജ് അയക്കുക, ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമെന്ന് കൺഫേം അല്ലേ, ഞാൻ സീറ്റ് കൺഫേം ചെയ്തോട്ടെ, അപ്ലൈൻസിന് ഞാൻ പേര് കൊടുത്തോട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുക. അപ്പൊ അവൻ അവിടെ കൺഫേം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മസ്റ്റായിട്ട് അവൻ അറ്റൻഡ് ചെയ്യും. അപ്പൊ അവൻ പറയും, നോക്കട്ടെ ഇന്ന് പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകും. അപ്പൊ അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നും കൂടി പ്രോഗ്രാം ഉള്ളൂ, കാരണം ഈ മാസത്തെ ലാസ്റ്റ് ബാച്ച് ആണ്, അല്ലെങ്കിൽ ഈ മാസം ഇത്ര ബാച്ചിനെ ഇറക്കുന്നുള്ളൂ, ഈ മാസത്തെ ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക, ഇന്ന ടൈമിനുള്ളിൽ എന്നെ അറിയിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ചാൻസ് ഉണ്ടാവില്ല, സോ പെട്ടെന്ന് തന്നെ അറിയിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. വാല്യൂ ക്രിയേഷൻ അവിടെ നടത്തിയിടുക. മനസ്സിലായോ? അല്ലാതെ വരുന്ന എല്ലാവരെയും തന്നെ പ്രോപ്പർ ആയിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാക്സിമം നമ്മൾ കൺവേർട്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതിലാണ് കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഓക്കെ. അല്ല ഇനിയിപ്പോ ലിങ്ക് കിട്ടി ബൈ ചാൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാവുമല്ലോ, ക്ലിയർ ആവുന്നു? അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഹലോ ഹലോ ആ പറഞ്ഞോ, ഇപ്പൊ ക്ലിയർ ആണ്. ലിങ്ക് കിട്ടി, ക്ലിയർ ആവുന്നില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഗസ്റ്റ് വന്നു. ഹലോ, ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഹലോ, ആ പറഞ്ഞോ, ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആണ്. അതായത് ഇപ്പൊ ചിലർ പറയും മീറ്റിംഗിന്റെ ലിങ്ക് ഒക്കെ കിട്ടി, പക്ഷെ ആ സമയത്ത് അർജന്റ് ആയിട്ട് കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റൽ കേസ് വന്നു, ഇനി ഒരു ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഓക്കെ, അതായത് ഇന്നിപ്പോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നാളത്തേക്ക് അറേഞ്ച് ചെയ്ത് തരുമോ എന്നുള്ള സ്കീമിൽ അല്ലേ? അതെ, ഒരു നെക്സ്റ്റ് ചാൻസ് ഉണ്ടോ എനിക്ക് ഇനി? ഓക്കെ ഫൈൻ. അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, ഓക്കെ നമ്മൾ ഇന്നത്തേക്കാണ് സെക്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത്, പക്ഷേ കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ സീറ്റ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പലർക്കും പറ്റിയിട്ടില്ല, പിന്നെ കുറെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയത്തില്ല നാളത്തേക്ക് പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്, അവരുടെ അടുത്ത് പറയാം ഇതേപോലെ ഓക്കെ ഫൈൻ, കുറച്ചധികം ആൾക്കാരുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉടനെ അറേഞ്ച് ചെയ്യുന്നുണ്ടാകും, ഞാൻ എന്തായാലും കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിടും.
ഓക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് തരാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങളൊന്ന് കൺഫേം ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞവിടെ ഇടും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് മെസ്സേജ് അയക്കും, ഇന്ന് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്ന ടൈമിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യരുത്. കാരണം മറ്റൊരു വ്യക്തിയുടെ ചാൻസ് കൂടിയായിരിക്കും നിങ്ങൾ മിസ്സാക്കുന്നത്. കാരണം ലിമിറ്റഡ് സീറ്റ് ആണ്. സോ ഇന്ന് അറ്റൻഡ് ചെയ്യുമെന്നുള്ളത് കൺഫേം ആണോ ഇത് ചോദിക്കാം. എന്നിട്ട് നാളെ രാവിലെ തന്നെ ഇതേപോലെ മെസ്സേജ് കൊടുത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ആവശ്യക്കാരനാണ്, അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നത്തെ പ്രോഗ്രാം മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. മനസ്സിലായോ? അല്ലാതെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ തന്നെ വന്നിട്ട് മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് പറ്റിയില്ല, അവിടെ പോകണമായിരുന്നു, ഇവിടെ പോകണമായിരുന്നു. അപ്പൊ ചില സ്പോൺസേഴ്സ് പറഞ്ഞു കൊടുക്കും, കുഴപ്പമില്ല, നാളെ നമുക്ക് പ്രോഗ്രാം നടക്കേണ്ടതുണ്ട്, നാളെ അറ്റൻഡ് ചെയ്യാം, നാളെ അറ്റൻഡ് ചെയ്യണേ എന്നൊക്കെ പറയും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവന് മനസ്സിലാവും, ഓക്കെ, ഇത് എപ്പോഴാണെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം, എന്നെ സംബന്ധിച്ച് ഈ സ്പോൺസർ എപ്പോഴാണെങ്കിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരും എന്നുള്ളൊരു വിശ്വാസം അവനുണ്ടാവും. സോ അവൻ എന്ത് ചെയ്യും, നാളെ ആ സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കംഫർട്ട് സോണിലോട്ട് പോകും. ഓക്കെ, ഇന്ന് അറ്റൻഡ് ചെയ്യണ്ട, ഇനിയിപ്പോൾ വേറൊരു ദിവസം പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. സോ ആ ഒരു രീതിയിലേക്ക് പോകാതെ നമ്മളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും ഒരു വാല്യൂ ക്രിയേഷൻ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്സിന് ഓരോന്നിനും ഒരു വാല്യൂ, നമ്മൾ എത്രത്തോളം വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോസ്പെക്ട്സ് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇനി എന്താ പറഞ്ഞോ. അത് ക്ലിയർ. വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. എനിക്ക് മാത്രമാണോ വോയിസ് ക്ലിയർ ആവാത്തെ? ബാക്കി എല്ലാവർക്കും ടെക്സ്റ്റ് ചെയ്തിട്ട്. ഓക്കെ. മുമ്പ് BOP അറ്റൻഡ് ചെയ്ത ആൾക്കാർ പോയിട്ട് വീണ്ടും വേറെ ആരും. ഓക്കെ. വീണ്ടും സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് പിന്നെയും തിരിച്ചു വരുന്നവരില്ലേ, അവർക്ക് ബിഗിനിങ് മുതൽ എടുക്കേണ്ടല്ലോ, അറ്റൻഡ് ചെയ്യാത്തത് മാത്രമല്ലേ എടുക്കേണ്ടതുള്ളൂ. അതായത് മുമ്പ് BOP അറ്റൻഡ് ചെയ്ത് പോയിട്ട് സ്റ്റാറ്റസ് കണ്ട് വീണ്ടും വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഇതേപോലെ നമ്മുടെ ട്രെയിനിങ്സിന്റെ വാല്യൂ, അതായത് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവിടെ വാല്യൂ കൊടുത്ത് അവനോട് സംസാരിക്കാം. അതായത് നിങ്ങൾ ഓക്കെ, ഒരു പ്രാവശ്യം എൻ്റെ അടുത്തുനിന്ന് വന്ന് പോയ ആൾക്കാരാണ്, ഞാൻ അങ്ങനെയുള്ളവരെ സ്വാഭാവികമായിട്ട് ഞാൻ എടുക്കാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ വർക്കിൽ മുമ്പോട്ട് പോകാൻ, ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നു നിങ്ങൾക്ക് ഉറപ്പാണോ എങ്കിൽ അവർ പറയും, ഓക്കെ, ഞാൻ ഇനി പ്രോപ്പറായിട്ട് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോകാം. അപ്പൊ അവിടെ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക, എനിക്കിവിടെ കുറെ അധികം മെമ്പേഴ്സിനെ അല്ല ആവശ്യം, 2 ടീമിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഒരു കമ്പനിയിൽ 2 ടീമുണ്ട്. 2 ടീമിൽ ഒരു ടീമിൽ എ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 30ഓളം ആൾക്കാരുണ്ട്, 30ഓളം വ്യക്തികളുണ്ട് ഒരു ടീമിൽ. ബി ടീമിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 3-4 പേരൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പോട്ടെ ഒരു 5 പേരേ ഉള്ളൂ ബി ടീമിൽ. ഓക്കെ, ഈ 2 ടീമിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ 2 ടീമിലുള്ള വ്യക്തികളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 30 പേരുള്ള എ ടീമിൽ ജസ്റ്റ് എല്ലാവരും ക്വാളിറ്റി ഉള്ള വ്യക്തികളല്ല. അവർക്ക് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഇല്ല, പേഷ്യൻസ് ഇല്ല, മൈൻഡ് സെറ്റ് ഇല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ആകണമെന്നുള്ള ഒരു എന്താ പറയാ, ആ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് എപ്പോഴും ഡിപ്പെൻഡഡ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ആക്റ്റീവ് അല്ലാത്ത കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ബി ടീമിലേക്ക് വരുമ്പോഴത്തേക്കും 5 പേരേ ഉള്ളൂ, മറ്റേടത്ത് 30 പേരുണ്ട്, ഇവിടെ 5 പേരേ ഉള്ളൂ. ഈ 5 പേര് നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ്. അവർക്ക് എന്താ പറയാ, നല്ല രീതിയിൽ ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളാണ്, നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല എന്താ പറയാ, ഒന്ന് ലൈഫിൽ സക്സസ് ആകണം, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ ഏത് ടീമാണ് ബെറ്റർ ആയിട്ടുള്ള? 30 പേരുണ്ട്, എ ടീമിൽ 30 പേരുണ്ട്, ബി ടീമിൽ 5 പേരേ ഉള്ളൂ. ബി ടീമാണ് ബെറ്റർ അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു ടീമിനെയാണ് ഒരു ബിസിനസ്സിൽ ആവശ്യം. ഞാനും ഇവിടെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ടീമിനെയാണ്. എൻ്റെ അടുത്തേക്ക് 10-30 ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഈ 30 പേരെ ഞാൻ എൻ്റെ ടീമിലേക്ക് എടുക്കാറില്ല.
മനസ്സിലായോ? ഇപ്പൊ എന്റെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ടീമിലുള്ള അച്ചീവ്മെന്റ്സ് കാണിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ കുറെ ആളുകളെ എന്താ പറയാ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ഞാൻ എല്ലാവരെയും കൊണ്ടുവരില്ല. എനിക്ക് വേണ്ടത് ക്വാളിറ്റി പീപ്പിൾസിനെയാണ്. ഞാൻ മാസത്തിൽ 4, 5, 6 പേരെ മാത്രമേ ഫിൽട്ടർ ചെയ്ത് എന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്ത് എടുക്കാറുള്ളൂ. അവർക്കേ ഞാൻ ഈ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളൂ. സോ നിങ്ങൾ ട്രെയിനിങ്സ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, ഒരു കമ്പനി പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് പ്ലാൻ ഇതൊന്നും മനസ്സിലാക്കാതെ, കമ്പനിക്ക് വാല്യൂ കൊടുക്കാതെ പ്രൊഡക്ട്സിന് വാല്യൂ കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് നിങ്ങളെ ടീമിലേക്ക് എടുക്കാൻ പറ്റില്ല. എടുത്തത് കൊണ്ട് എനിക്കോ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് നിങ്ങൾക്കോ ഗുണം ഉണ്ടാവില്ല. സോ ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാണോ? എങ്കിൽ ഓക്കെ, അവനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി അവൻ വീണ്ടും പ്രശ്നക്കാരനായാൽ, അവൻ പ്രോപ്പറായിട്ട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് നിങ്ങൾ ലീഡ് ക്രിയേറ്റർ ആക്കി. എവിടെ ട്രെയിനിങ്സിൽ ലാഗായിട്ട് കിടക്കുന്നവനുണ്ടെങ്കിൽ അവനെ പിടിച്ച് നിങ്ങൾ ഇതാക്ക്, ലീഡ് ക്രിയേറ്റർ ആക്കി. ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ട്രെയിനിങ്സിലൂടെ കടന്നു വരുന്ന ആൾക്കാർ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു, രണ്ടാമത്തെ ദിവസമായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അവന് പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കാനേ പോകരുത്. അപ്പോഴേ മനസ്സിലാക്കണം അവന് ക്വാളിറ്റി ഇല്ല, മനസ്സിലായിക്കോണം. അങ്ങോട്ട് മെസ്സേജ് അയക്കാനേ പോകണ്ട, വെയിറ്റ് ചെയ്യാം. 2 ദിവസം കഴിയുമ്പോൾ അവനെ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക, ലീഡ് ക്രിയേറ്റർ എന്നും പറഞ്ഞിട്ട് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവനെ എന്ത് ചെയ്യുക, ഈ ലേബലിൽ ആഡ് ചെയ്തിട്ടേക്കാം. അങ്ങോട്ട് ഇനി ഓപ്പർച്യൂണിറ്റി കൊടുക്കാനേ പോകണ്ട. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് മെസ്സേജ് അയക്കാം. ഹലോ, ട്രെയിനിങ്സ് ഒന്നും കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ, എന്ത് പറ്റി? കാര്യങ്ങൾ ചോദിച്ചറിയാം, ജസ്റ്റ് പരിചയപ്പെടുക, ഇന്ററാക്ട് ചെയ്യുക. അവനെ നമ്മുടെ പരിധിയിൽ എത്തിച്ചിട്ട് അവനെ എന്ത് ചെയ്യുക, ലീഡ് ക്രിയേറ്റർ ആയിട്ട് മാറ്റുക. അവൻ്റെ അടുത്ത് പോയി ചോദിക്കുക, ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ട്രെയിനിങ്സ് ഒന്നും അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു ദിവസത്തെ ഒരു വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് ഇത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, താല്പര്യം ഉണ്ടെങ്കിൽ പറയും, ഞാൻ ഇപ്പോൾ വിളിക്കാം, വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ട് അവനെ ലീഡ് ക്രിയേറ്റർ ആക്ക്, അവനിലൂടെ ലീഡ് ജനറേറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നവർ നേടിയെടുക്കാൻ പോലും പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നൂടെ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഐഡിയ എടുക്കുന്നതല്ലേ നല്ലതെന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യാം? ഓക്കെ ഫൈൻ. ഈ ഐഡിയ എടുക്കുക എന്നുള്ളൊരു സംഭവത്തിന് പല ആൾക്കാരും മടിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഈ ഐഡി ക്രിയേഷന് ഭയങ്കരമായിട്ട് വാല്യൂ കയറ്റി. ഒരു BOP അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്പോൺസർ ചെയ്യുന്ന പരിപാടി അടുത്തത് ഇവൻ ഐഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ട്രെയിനിങ്സിനോ കാര്യങ്ങളോ ഒന്നും അല്ല, ഐഡി ക്രിയേഷന് എന്താ പറയാ പ്രയോറിറ്റി കൊടുത്തിട്ട് അതിനങ്ങോട്ട് പ്രഷർ കൊടുത്ത് അങ്ങ് സംസാരിക്കും. ഭയങ്കര വാല്യൂ ക്രിയേഷൻ, ഭയങ്കരമായിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഐഡി ക്രിയേറ്റ് ചെയ്യണോ, ഐഡി ക്രിയേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ട്രെയിനിങ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് പ്രഷർ വരും. ഒരു കുഴപ്പമില്ല, അവൻ എന്താ പറയാ BOP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഐഡി ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവനായിരിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവന്റെ മൈൻഡിൽ കുറെ ഡൗട്ട്സുകൾ വരും. ഇവൻ സ്വാഭാവികമായിട്ടും പലതും ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതെന്തെങ്കിലും ഫേക്ക് ആണോ, അല്ലെങ്കിൽ എന്താ പറയാ ഈ പ്രൂഫുകളൊക്കെ ഞാൻ വെക്കുന്നത് കൊണ്ട് ഞാൻ സേഫ് ആണോ? ഈ ചിന്തകൾ അവന്റെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാ? സ്പോൺസേഴ്സ് ആണ്. സോ ചില ആൾക്കാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഈ ഒരു പേടി ഉണ്ടാകും. അപ്പൊ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവന് ഞാൻ അവിടെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഐഡി ക്രിയേഷൻ അല്ല ഞാൻ അവിടെ പറയണേ, 5 ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ 6 ദിവസത്തെ ട്രെയിനിങ്. ഇവൻ 6 ദിവസം ഞാൻ ഫോളോ അപ്പ് കൊടുക്കണം. ഈ 6 ദിവസം ഞാൻ അവനെ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാംസ്, അതിനാണ് ഞാൻ ആദ്യം വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ് ഈ ട്രെയിനിങ്സ്, എന്തിനു വേണ്ടിയിട്ട് നീ ഇത് അറ്റൻഡ് ചെയ്യണം, ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ മുമ്പോട്ട് പോകാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെന്ന് അവൻ പറയും. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ നിങ്ങളിപ്പോ ഫ്രീ ആണോ? ഐഡി ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ഫ്രീ ആണോ? ഐഡി ക്രിയേറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. അപ്പൊ നിങ്ങളുടെ 2 പ്രൂഫുകൾ കയ്യിലുണ്ടോ? ഏതെങ്കിലും ഏജ് പ്രൂഫായിട്ടോ അഡ്രസ് പ്രൂഫായിട്ടോ കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും പ്രൂഫുകൾ ഉണ്ടോ? ഏത് പ്രൂഫാ വേണ്ടേ? ആധാർ, ലൈസൻസ്, പാൻ കാർഡോ പാസ്ബുക്കോ, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, SSLC സർട്ടിഫിക്കറ്റോ, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അതിൽ ഏതെങ്കിലും 2 പ്രൂഫ് എടുക്കുക. ഈ 2 പ്രൂഫിലും സെയിം അഡ്രസ്സ് ഇതൊക്കെ ആയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡി ക്രിയേറ്റ് ചെയ്തു. 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ഐഡി ഒന്ന് ആക്ടിവേറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റ് അയച്ചുതരാം. അതിൽ കയറിയിട്ടാണ് ഫോറവറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ മുതൽ ട്രെയിനിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനിപ്പോൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നീട് ട്രെയിനിങ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഐ ഡി നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം എടുക്കും കമ്പനി അത് ചെക്ക് ചെയ്തിട്ട് അപ്രൂവൽ ആയി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ദിവസം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അപ്രൂവൽ ആയിട്ട് നിങ്ങളുടെ എല്ലാം ശരിയായി വരും. പിന്നെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അതേസമയം നിങ്ങൾ ട്രെയിനിങ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അപ്രൂവൽ ആയിട്ട് വരാൻ വീണ്ടും നിങ്ങൾ ഒരു 5 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്ത് വേണം, 5 ദിവസം വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയണോ, ഇപ്പൊ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം? ഇപ്പൊ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞ ഐ ഡി ക്രിയേറ്റ് ചെയ്യൂ? ഐ ഡി ക്രിയേഷൻ എന്തെങ്കിലും വാല്യൂ അവിടെ കൊടുത്തോ? ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തോ? ആരെങ്കിലും പേടിപ്പിച്ചോ? കസ്റ്റമറിനെ പേടിപ്പിച്ചോ? ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ലീഡ് ക്രിയേറ്ററിനെ യൂസ് ചെയ്ത് വന്ന ലീഡിന് ക്രിയേറ്ററിനെ യൂസ് ചെയ്ത് വന്ന ലീഡാണ്. ആതിര ചോദിച്ചത് മനസ്സിലായില്ലോ? ഏതാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 45 days കഴിഞ്ഞാൽ ഐ ഡി ഡീആക്ടിവേറ്റ് ആവുമോ? ഒരു പ്രോസ്പെക്ട് വന്ന് അവരുടെ സ്പോൺസർ ടേൺ ഓവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മീഡിയം ട്രാക്ക് എടുക്കാനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് പറയും, എന്നിട്ട് ഐ ഡി ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് തരാം എന്ന് പറയും. മനസ്സിലായില്ല? ട്രെയിനിങ്ങിന് കിട്ടാവുന്നവരെ ക്രിയേറ്റേഴ്സ് ആക്കാൻ പറഞ്ഞില്ല. ഓക്കെ, ലീഡ് ക്രിയേറ്ററിനെ യൂസ് ചെയ്ത് വന്ന ലീഡ് ആണ് അതെങ്കിൽ നമുക്ക് നല്ല എൻക്വയറീസ് ഉണ്ടാവുന്നു, കോമൺ കോണ്ടാക്ട്സ് ആയിരിക്കില്ല. ഓക്കെ, ഫൈൻ. അതായത് ഇപ്പൊ നമ്മൾ ലീഡ് ക്രിയേറ്റർ ആയിട്ട് ഒരു വ്യക്തിയെ വെച്ചു, അവന്റെ ഇതിലൂടെ കോണ്ടാക്ട്സിലൂടെ വർക്ക് അന്വേഷിച്ച് വരുന്ന വ്യക്തി, ഇവൻ വർക്ക് അന്വേഷിച്ച് വരുന്ന വ്യക്തി അവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവില്ല, അവൻ ഡയറക്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലെ? അതല്ല, ഇനി അവൻ സ്റ്റാറ്റസ് ഇട്ടാലും അവനെ ലീഡ് ക്രിയേറ്റർ ആക്കുന്നത് കൊണ്ട് എന്താ നഷ്ടം? നമ്മൾ അവനോട് പറഞ്ഞിട്ടുള്ളത് എന്താ? 15 അല്ലെങ്കിൽ ഒരു ടാസ്ക്, ഒരു ടാർഗറ്റ് അവന് കൊടുക്കുന്നുണ്ട് അല്ലെ? ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് നിനക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അവരെ പറ്റിക്കാനെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ അവനെ സംബന്ധിച്ച് ഇപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ അണ്ടറിൽ അല്ലെങ്കിൽ എനിക്ക് കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ആയാൽ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സ് ക്രിയേറ്റ് ആയാലല്ലേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് ഞാൻ എന്റെ പ്രോസ്പെക്ട്സിനോട് പറയുന്നത്, ഇത് ഈ നെഗറ്റീവ് ചിന്താഗതി വെച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കണ്ട. കാരണം യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് എത്തിച്ച് അല്ല ഒരുമിച്ച് കിട്ടുന്ന ഒരു മെത്തേഡായിട്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു മെത്തേഡായിട്ട് പുള്ളിക്കാരൻ അവതരിപ്പിച്ചപ്പോ അന്ന് പുള്ളിക്കാരൻ അത് ചിന്തിക്കുകയാണ്, ഇത് വർക്കൗട്ട് ആകുമോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എനിക്ക് കിട്ടുമോ, എന്റെ പ്രൊഡക്റ്റുകൾ ആളുകൾ യൂസ് ചെയ്യാൻ തയ്യാറാവുമോ, അല്ലെങ്കിൽ എന്റെ ഈ ഒരു സംരംഭത്തെ ആളുകൾ ഏറ്റെടുക്കുമോ? ഇങ്ങനെ ചിന്തിച്ച് മാറി നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ? ഉണ്ടോ? ഇന്നത്തെ ഒരു ലൈഫിലേക്ക് ആൾക്കെത്താൻ പറ്റും? പറ്റത്തില്ല. അപ്പോ ലീഡ് ക്രിയേറ്ററിനെ ഇറക്കുന്നത് കൊണ്ട് അവിടെ റിസൾട്ട് വന്നില്ലെങ്കിലോ എന്നുള്ള ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇറക്കുന്നതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായി? ചെയ്തു നോക്കുക, ചെയ്യാനുള്ള പോസിബിലിറ്റി. ഇപ്പൊ അവനെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റി ഇല്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി, ആ ക്വാളിറ്റി ഇല്ലാതെ കിടക്കുന്ന വ്യക്തിയെ നിങ്ങൾ മുമ്പോട്ട് ട്രെയിനിങ്സ് കൊണ്ടുപോയത് കൊണ്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം അവന് ടൈം കൊടുത്ത് അവനെ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവനെ ചുമ്മാ കളയുന്നതിന് പകരം ഇവനെ ലീഡ് ക്രിയേറ്റർ ആയിട്ട് വർക്കിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ലീഡെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലാഭം അല്ലേ? ആണോ അല്ലേ? അവനെ ലീഡ് ക്രിയേറ്റർ ആയിട്ട് കിട്ടി അവന്റെ കയ്യിൽ നിന്ന് ഒരു ലീഡ് കിട്ടണോ, അല്ലെങ്കിൽ ലീഡ് ക്രിയേറ്റർ ആക്കിയാൽ ഗുണം ഇല്ല എന്നും പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിടുന്നതാണോ നിങ്ങൾക്ക് പറഞ്ഞത്? ഏതാ? അതെ, ലീഡ് ക്രിയേറ്റർ ആക്കുക, അതിലാണ് ഗുണം. മനസ്സിലായോ? ട്രൈ ചെയ്യുക. പിന്നെ അവൻ ലീഡ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് പേയ്മെന്റ് കൊടുക്കുക. ലീഡ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ജസ്റ്റ് ആരെങ്കിലും ചെയ്തേ. ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാലേ, BOP കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുമല്ലോ വർക്ക് മനസ്സിലായില്ല. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കഥ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇല്ല പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ വർക്ക് പറഞ്ഞു കൊടുക്കും? പ്രൊസ്യൂമറും കൺസ്യൂമറും അവർക്ക് ആകെ കൺഫ്യൂഷൻ ആണ്. പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ? ഈ വേറെ പ്രൊസ്യൂമറും കൺസ്യൂമറും ഡിഫറൻറ്റ് എന്താ? ഞാൻ ശരിക്കും എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ വരും അവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം BOP അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്ത മുടന്തൻ ന്യായം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവനെ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ, ഇതൊക്കെ ചോദിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ BOP എന്താ പറയാ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ അയക്കുക, ഫീഡ്ബാക്ക് അയക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും വലിയ മണ്ടത്തരം അത്. അവര് ഫീഡ്ബാക്ക് കൊടുക്കാനൊന്നും അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇവര് എന്ത് ഫീഡ്ബാക്ക് തരാൻ മടിച്ചിട്ട് മെസ്സേജ് അയക്കാത്ത ആൾക്കാരുണ്ടോ? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾ ചോദിക്കണ്ട. മെസ്സേജ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യാം, ഇത്രയും പറഞ്ഞാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവര് മെസ്സേജ് ചെയ്യും. പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മെസ്സേജ് ചെയ്യും. ഇൻട്രസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുക, കോളിലേക്ക് കൺവേർട്ട് ചെയ്യാം. കോൾ ചെയ്യാം, എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ ഒക്കെ, ഫുള്ള് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നല്ല സെക്ഷൻ ആയിരുന്നു. കമ്പനി പ്രൊഡക്ട്സുകൾ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഫുള്ള് മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് അഭിപ്രായം, എന്താ മുമ്പോട്ട് പോകാൻ ഓക്കെയാണോ? മുമ്പോട്ട് പോകാൻ ഓക്കെയാണ്, പക്ഷേ വർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്റെ ജോലി എന്താ ഇവിടെ? ഇങ്ങനെയുള്ളതാണ് പല ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് കൊടുക്കാം. ഓക്കെ ഫൈൻ, അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ്. ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. അലോവേര കമ്പനി എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ഹണിയുടെയും ബെസ്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ ഉത്പാദിപ്പിച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വെൽനെസ് ഇൻഡസ്ട്രിയാണ് ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനി. ഒരു എന്താ പറയാ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അലോവേര ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. എങ്ങനെയെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതേ സെയിം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, പ്രൊസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സുകൾ വാങ്ങുന്ന ആൾക്കാർ അല്ലെ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത് പ്രൊഡക്ട് സെല്ലിംഗ് ആണോ എന്ന് ചിന്തിക്കും. ഇവിടെ പ്രൊഡക്ട് സെല്ലിംഗ് അല്ല നമ്മൾ ചെയ്യണം. പകരം പ്രൊഡക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ട് സെല്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ പ്രൊഡക്ട് സെല്ലിംഗ് ആണ്, പക്ഷേ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നിങ്ങൾ പ്രൊഡക്ട് സെല്ലിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്കൊരു നെഗറ്റീവ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രൊഡക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു വർക്കിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഭൂരിഭാഗം അവർ പറയും എനിക്കത് കഴിയില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പ്രൊഡക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അത് ഇത്രയും എന്താ പറയാ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഡയറക്റ്റ് ഒരു ഡോർ ടു ഡോർ സെല്ലിംഗ് നടത്തുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുന്നത് അല്ലെ? ഒരു സെയിൽസ്മാനെ പോലെ പ്രൊഡക്റ്റുമായിട്ട് ഒരു കസ്റ്റമറിനെ കണ്ടെത്തി അവന് കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് അവന്റെ തലയിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്ത് അവനെ ഒരു കസ്റ്റമറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. ശരിയല്ലേ? അതെ, അത് ശരിയാണ്. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. എങ്ങനെയെന്നല്ലേ, നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് സോഷ്യൽ മീഡിയാസിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു നിങ്ങളിപ്പോ എന്തുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തു? വർക്കിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തില്ലേ? ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തതാണ്, ശരിയല്ലേ? നിങ്ങളുടെ സ്ഥലം ഇവിടെ കാസർഗോഡായിരിക്കും, കണ്ണൂരായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും, അല്ലെങ്കിൽ മലപ്പുറം ആയിരിക്കും, പാലക്കാടാവും, എവിടെയെങ്കിലും ആവും. ഞാൻ എവിടെ കിടക്കുന്നു? കായംകുളത്ത് കിടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കിടന്നിട്ട് ആ നാട്ടിൽ നിൽക്കുന്ന വ്യക്തി ഇവിടെ ഉള്ള എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്തു? സോഷ്യൽ മീഡിയാസിലൂടെ അല്ലെ? വർക്കിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തതാണ്. എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തു? എങ്ങനെ കോൺടാക്ട് ചെയ്തു? സോഷ്യൽ മീഡിയാസിലൂടെ. അപ്പോ ഇന്നൊരു വിഷയത്തിനെ ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ സോഷ്യൽ മീഡിയ? ശരിയാണ്.
അപ്പൊ ഈ സോഷ്യൽ മീഡിയാസിലൂടെയാണ് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഞാൻ എന്റെ ആ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കണക്റ്റഡ് ആയി, അവർക്ക് മനസ്സിലായി എത്തിക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ എത്തിക്കുന്നതിലൂടെ ഒരുപാട് ആവശ്യക്കാർ നമ്മളിലേക്ക് വരും. ഈ വരുന്ന വ്യക്തികളെ പ്രോപ്പർ ആയിട്ട് നമ്മളൊരു ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ കടത്തിക്കൊണ്ടുപോകും. അതായത് നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികളുടെ അടുത്ത് നമ്മൾ ഇരുന്ന് നമ്മുടെ കമ്പനി പ്രൊഡക്ട്സ്, മാർക്കറ്റിംഗ് പ്ലാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇവരെ നമ്മളൊരു ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ കടത്തിക്കൊണ്ടുവരും. ഈ ട്രെയിനിങ് സിസ്റ്റത്തിനകത്ത് അവിടെ സംസാരിക്കുന്നത് ഒരിക്കലും നമ്മളല്ല, നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ നോളജ് ഉള്ള ആളുകളാണ്. കമ്പനിയെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചും മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള ആളുകളാണ് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. അവര് അവതരിപ്പിക്കേണ്ട തരത്തിൽ അവർ അവതരിപ്പിച്ചു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രോഗ്രാംസിലേക്ക് ഇവരെ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, അവരെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇവർ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവർ ഡയറക്റ്റ് മനസ്സിലാക്കുകയാണ് എന്താണ് നമ്മുടെ കമ്പനി, എന്താണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിന്റെ യുണീക്നെസ്, അത് അവൻ എന്തിന് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യണം, അവന്റെ ഹെൽത്തിനെ കുറിച്ചും ആ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയെ കുറിച്ചും ആ പ്രൊഡക്ട്സ് എങ്ങനെ ഹെൽത്തിന് വാല്യുബിൾ ആകുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് രീതികളെ കുറിച്ചും അതിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും പ്രൊഡക്ട്സുകൾ മനസ്സിലാക്കി ഇവൻ കസ്റ്റമർ ആയിട്ട് ക്രിയേറ്റ് ആവില്ലേ? അവൻ ഡയറക്റ്റ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവൻ കസ്റ്റമർ ആയിട്ട് ക്രിയേറ്റ് ആവില്ലേ? ക്രിയേറ്റ് ആവും. ഇനി ഇവൻ പ്രൊഡക്ട്സ് മാത്രമല്ല അവിടെ കാണുന്നത്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവൻ സ്വാഭാവികമായിട്ട് അവൻ എന്താവും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകും, അല്ലെങ്കിൽ നിങ്ങളെ പോലെ വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാകും. ശരിയല്ലേ? ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ അപ്പൊ അവൻ എന്ത് ചെയ്യും? അങ്ങനെ അവൻ പ്രൊസ്യൂമർ ആയിട്ട് ക്രിയേറ്റ് ആകും. എന്താണ് പ്രൊസ്യൂമർ? വർക്ക് ചെയ്ത് ഫോർ അവർ ബിസിനസ്സിൽ വർക്ക് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്ന കസ്റ്റമർ. ആദ്യം അവൻ കസ്റ്റമർ ആയിരിക്കും, അതിന്റെ കൂടെ തന്നെ ഇവൻ വർക്ക്ഔട്ട് ചെയ്ത് ഇൻകം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വ്യക്തി കൂടിയായിരിക്കും. അങ്ങനെയുള്ളവരാണ് പ്രൊസ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവൻ ബിസിനസ് ഓണർ ആയിട്ട് മാറുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊസ്യൂമർ ആണ്, അല്ലെ? അങ്ങനെ പ്രൊസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ, ഏത് രീതിയിലെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്സിലൂടെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. സോ ഇങ്ങനെ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ? നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൂടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക. ആ ഒരു ലീഡ് ജനറേഷൻ എന്നുള്ള ഒരു മെത്തേഡ് അത് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് വരുന്ന എൻക്വയറീസ് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാംസിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക, അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സുകൾ ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ വർക്കായിട്ട് വരുന്നുള്ളൂ. ഈ വർക്കുകൾ ഇത്രയും ഭയങ്കര റിസ്ക് ഉള്ള കാര്യങ്ങളാണോ? ചോദിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണോ? ചോദിക്കുക. മനസ്സിലായി? എന്നിട്ട് എന്ത് ചെയ്യുക? ഇനിയുള്ള അടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു BOP കോൾ അല്ലെങ്കിൽ BOPക്ക് ശേഷം അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഏകദേശം നല്ല ഡൗട്ട്സുകളൊക്കെ ഉള്ള ഒരു സമയമാണ്. ആ ഒരു കോള് അത്യാവശ്യം നല്ല ടൈം കൊടുക്കേണ്ട ഒരു കോള് തന്നെയാണ്. ഓക്കെ, ഈ ഒരു തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ പറഞ്ഞു തന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞത് എന്റെ ശൈലിയാണ്. ഇത് നിങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്. ഇതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി വേറെ എന്താ ഡൗട്ട് ഉള്ളത്? അടുത്തൊരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാല് കേൾക്കുന്നില്ല. ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും അവരെ കോൾ ചെയ്യണം എന്ന് പറഞ്ഞു. റിലേഷൻ ബിൽഡ് ആക്കാൻ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ നമ്മൾ ഈ റിലേഷൻ ബിൽഡ് ആക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ട്രാക്കിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എവിടം തൊട്ട് ഈ ട്രാക്കിനെ പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം? ഏത് കോളിൽ മുതൽ? ഓക്കെ, അതായത് ഞാൻ സെക്ഷൻസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ റിലേഷൻ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു സ്റ്റേജ് ഫിനാൻഷ്യൽ
ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഇവരെ പ്രോഗ്രാം ഇന്ന സമയത്ത് നിങ്ങൾ ടേൺ ഓവറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ട്രാക്കുകൾ ഉണ്ട്, ഇങ്ങനെ എന്താ പറയാ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന സമയത്ത് ഞാൻ പറയുക എന്ന് ഞാൻ പറഞ്ഞത് മണ്ടത്തരം. കാരണം ഇപ്പൊ നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ, അത് നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ അവരുമായിട്ട് എങ്ങനെ റിലേഷൻ ബിൽഡ് ചെയ്യുന്നു, ആ റിലേഷൻ ബിൽഡിങ്ങിനനുസരിച്ച് എന്ത് നടക്കുന്നുണ്ട്, കുറെ കൂടി അവർ ഡൗട്ട്സുകൾ നമ്മുടെ ചോദിക്കുന്നുണ്ട്. ഈ ഡൗട്ട്സുകൾ ചോദിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കുറെ കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷന് മുമ്പാകാം, ചിലപ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കഴിഞ്ഞ ഉടനെ ആകാം, അല്ലെങ്കിൽ ട്രെയിനിങ്സിന്റെ ഒക്കെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിലാകാം നമ്മൾ ഈ റിലേഷൻ ബിൽഡിങ് കുറച്ചുകൂടെ ക്ലോസ് ആകുന്നതും അവർ ഡൗട്ട്സുകൾ ചോദിച്ചു തുടങ്ങുന്നത്. ഈ ഡൗട്ട്സുകൾ ചോദിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ചോദിക്കാറില്ലേ? ഇത് ചോദിക്കാതെ നിങ്ങളുടെ അടുത്ത് ആക്ഷൻ പ്ലാൻ വരെ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിലൊരു സാഹചര്യം ആകുമ്പോഴത്തേക്കും ഡൗട്ട്സുകൾ ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ആദ്യത്തെ ഡൗട്ട് ഇതായിരിക്കും. ആ ഡൗട്ട്സ് ചോദിച്ചു തുടങ്ങുന്ന അവിടെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഇങ്ങനെ ടേൺ ഓവർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം കിട്ടാൻ നമ്മൾ കാത്തിരുന്നത് പോലെ മറുപടി കൊടുക്കാം. മനസ്സിലായ? എന്റെ ഒരു പ്രോസ്പെക്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങോട്ട് പോയി പറയുന്നതിന് വരെ ഇവൻ ആ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. മനസ്സിലായില്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോ ഈ പറഞ്ഞ കാര്യം എടുത്തിരും. കാരണം എനിക്ക് പിന്നെ ടെൻഷൻ ഇല്ല. മനസ്സിലായോ? ഇവനെ അവസാനം വരെ ഇവൻ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റിയില്ല എന്നുള്ളൊരു സ്കീമിലായി പോകും. പക്ഷെ ടേൺ ഓവർ പറയുന്നതിനോ ക്ലോസിംഗിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഒരു ടെൻഷൻ അല്ല. ഇവൻ ചോദിച്ചില്ലല്ലോ, ചോദിക്കാത്തത് കൊണ്ട് എനിക്ക് പറയാനും പറ്റിയില്ല, അവനെ പറയാതെ അവിടെ വരെ കൊണ്ടുവന്നു എന്നുള്ള സ്കീമിലായി. ഇവൻ ഭൂരിഭാഗം ആൾക്കാർ ചോദിക്കും, ചോദിക്കാതെ വരുന്നവരൊക്കെ കുറവാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ചോദിപ്പിക്കും അവരെ കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവനവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഇല്ല. എന്താ ഇൻവെസ്റ്റ്മെന്റ്? ഞാൻ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ എന്റെ മെറ്റീരിയൽസ് വാങ്ങാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുതൽ മുടക്ക്, അതാണല്ലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രാക്കുകളായിട്ടാണ്, രണ്ട് ഓപ്ഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കപ്പാസിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പൊ 5-6 ദിവസം നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കമ്പനി പ്രൊഡക്ട്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് പ്രൊഡക്ട്സുകളൊക്കെ പേഴ്സണലി യൂസ് ചെയ്ത് തന്നെ ഈ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല ഇപ്പൊ വരുന്ന എല്ലാവരെ സംബന്ധിച്ച് പേഴ്സണലി പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം അങ്ങനെ കുന്നോളം പൈസ കയ്യിലുള്ളവൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക. അവന്റെ കയ്യിലും പൈസ ഇല്ല. മനസ്സിലായി? അവന്റെ കയ്യിൽ പൈസ ഇല്ല. സോ അതെനിക്ക് അറിയാം. അപ്പൊ നിനക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ തരുന്നത് എന്നുള്ളത് അവന് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാം? ഓക്കെ, അങ്ങനെ ഫിനാൻഷ്യലി എല്ലാവരും സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ട്രെയിനിങ്സ് എല്ലാം കഴിഞ്ഞ് നീ അതിന് പറ്റിയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഈ ട്രെയിനിങ്സ് കഴിയുമ്പോൾ ഇതെങ്ങനെ നീ സ്വന്തമായിട്ട് പൈസ മുടക്കാതെ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മനസ്സിലായോ? ഇതവിടെ കൊടുക്കാം. അത് എപ്പോഴെന്നുള്ളത് ഞാൻ പറഞ്ഞു. അവനുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുക. അത് റിലേഷൻ ബിൽഡിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലര് റിലേഷൻ ബിൽഡിങ് എന്ന് പറഞ്ഞ് എന്താ പറയാ റിലേഷൻ ബിൽഡ് ചെയ്ത് അവസാനം ബിസിനസ് കാണില്ല, റിലേഷൻ മാത്രമേ. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോരുത്. അതല്ല റിലേഷൻ ബിൽഡിങ്. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ എങ്ങനെ കേട്ടില്ല? എമൗണ്ട് പറയണോ അപ്പൊ നമ്മള് ഇവരെ ചോദിക്കുമ്പോ പറഞ്ഞോ? അവര് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എത്ര രൂപയുടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് എമൗണ്ട് പറഞ്ഞു. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അതിന് എന്താ പറയാ ഇതിന് പറ്റി ഈ ബിസിനസിന് പറ്റിയ ആളാണെങ്കിൽ മാത്രമേ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എന്താ പറയാ ഉള്ള താല്പര്യം കൂടി ഇല്ലാതായി പോകും എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ആക്ഷൻ പ്ലാൻ കഴിഞ്ഞു കഴിയുമ്പോ ഇവര് പറയും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഫണ്ട് ഇല്ല, എന്റെ വീട്ടുകാര് സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ ചിലര്. സോ അവരെ നമ്മളപ്പോ എന്ത് ചെയ്യും? ഓക്കെ, അതായത് 401 കേസിൽ ഫാസ്റ്റ് ട്രാക്ക്, മീഡിയം ട്രാക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ മീഡിയം ട്രാക്ക്. അപ്പോ ഒരു പൈസയും ഇല്ലാത്തവൻ, 5 പൈസ എടുക്കാനില്ലാത്തവനും 401 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഫോറവർ പറയുന്നത് പേഴ്സണലി പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റിന് ഇതിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ ശൈലിയിൽ. അല്ലാതെ ഞാൻ പറയുന്നതിനെ ഞാൻ ഇപ്പൊ ഇത്ര നേരം എനിക്കൊരു അബദ്ധം പറ്റി ആ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ അതേ കോപ്പി പേസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കണം സംസാരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളോട് എങ്ങനെയാ സംസാരിക്കണം അതേപോലെയാണ് ഞാൻ എന്റെ പ്രോസ്പെക്റ്റുമായിട്ട് സംസാരിക്കുന്നത്. ആ ഒരു അത്രയും കൂളായിട്ടാണ്. ഒരു കാരണവശാലും ഞാൻ എന്താ പറയാ, നിങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് എങ്ങനെ ഭയങ്കര ഫോർമലായിട്ടാണോ സംസാരിച്ചത്? ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത് പക്ക ഫോർമലായിട്ടാണോ? ആണോ? അല്ല, ഞാൻ കൂളായിട്ടാണ്. ഞാൻ ഭയങ്കര എന്താ പറയാ, റിലേഷൻ ബിൽഡിങ്ങിന് അത്രയും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ബിസിനസ് നടക്കുള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര മസിലും പിടിച്ച് ഞാൻ മാനേജറാണ് എന്നുള്ള സ്കീമിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. അവന് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഫോർമൽ ആകരുത്. മാക്സിമം റിലേഷൻ ബിൽഡ് ചെയ്യുക. റിലേഷൻ ബിൽഡ് ചെയ്ത് അവനുമായിട്ട് സംസാരിച്ച് അവന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. ചോദിച്ചത് എന്തായിരുന്നു? ഫണ്ടില്ല. ഓക്കെ, ഞാൻ സംസാരിച്ച് വേറെ രീതിയിലേക്ക് പോയി. ഓക്കെ, ഫൈൻ. അപ്പോ ഫണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മീഡിയം ട്രാക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഈ പറയുന്ന ഒരു ഫണ്ടും ഇല്ലാത്ത വ്യക്തിക്കും എന്ത് ചെയ്യാം, മീഡിയം ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കവർ ചെയ്യാൻ പറ്റും. അവനെ സംബന്ധിച്ച് ഫണ്ടില്ല എന്നുള്ളതാണ് അവന്റെ വിഷയം, അല്ലെ? അപ്പൊ അവന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുക. നിനക്ക് ഫണ്ടില്ല, ഓക്കെ, പക്ഷെ നിനക്ക് ഏണിങ്സ് ഉണ്ടാക്കണം. അതിന് നീ ഒരു 2 ദിവസം കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നിന്നെ സംബന്ധിച്ച് ഇപ്പൊ നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മീഡിയം ട്രാക്ക്, അതായത് 5000 സംതിങ്ങിന്റെ പ്രൊഡക്ട്സുകൾ നിന്റെ ഐഡിയിലൂടെ മൂവ് ചെയ്യാന്നുള്ളതാണ്. അത് നീ പേഴ്സണലി എന്താ പറയാ പൈസ മുടക്കി വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. നിന്റെ ഐഡിയിലൂടെ ഈ പർച്ചേസിങ് നടന്നാൽ മതി. അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഫാമിലി സപ്പോർട്ടീവ് അല്ലായിരിക്കും, ഓക്കെ ഫൈൻ. നിന്റെ ടീച്ചേഴ്സ് ഉണ്ട്, നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. നിന്റെ പരിചയത്തിൽ നീ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുറെ ആളുകളെ കിട്ടും, അല്ലെ? നിന്നെ ഹെൽപ്പ് ചെയ്യും, നിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരെ നിനക്ക് കിട്ടും. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും 1000ന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു 5 പേരെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയിലൂടെ 5000 റുപ്പീസിന്റെ ബിസിനസ് കഴിയും, അല്ലെ? എങ്കിൽ ഈ 2 ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അഫോർട്ട് കിട്ടും. നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ നിങ്ങൾ വിളിക്കുക, ഇതേപോലെ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു US ബേസ്ഡ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ട്രെയിനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ട്രെയിനിങ്സ് എല്ലാം കവറായി. ഇനിയിപ്പോ ഒരു എന്താ പറയാ ഐഡിയ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് 1-2 പ്രൊഡക്ട്സുകൾ ഞാനൊന്ന് മൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് ഈ ഒരു പ്രാവശ്യത്തേക്ക്, എനിക്ക് എല്ലാ പ്രൊഡക്ട്സും കൂടി എടുക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 1-2 പ്രൊഡക്ട്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. മനസ്സിലായില്ലേ? എനിക്കൊരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു അപ്രോച്ച് ചെയ്യാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അവിടെ ഒരു കാരണവശാലും പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അവർ വാങ്ങണം എന്നുള്ള സ്കീമിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഭയങ്കര ക്വാളിറ്റിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നിൽക്കാതെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യത്തേക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കണം, ഒരു 1000 ആ ഒരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ 15 പേരോട് സംസാരിച്ച 5 പേര് ഹെൽപ്പ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, 5 പേര് 1000ന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡിയിലൂടെ പർച്ചേസിങ് നടന്നു, അവന്റെ മീഡിയം ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കവറായി. ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയൊക്കെ ചെയ്യാം. ഇവൻ ഇത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവനെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടു. പലർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, അല്ലെ? ഈ ഒരു ഡൗട്ട് ഉണ്ടോ നമുക്ക്? ഉണ്ട്, അടുത്ത ഡൗട്ട് അതാണ്. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഒരു ഫൈനൽ കോൾ ചെയ്തിട്ട് ഇവനെ എന്ത് ചെയ്തു, ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇവൻ ഏതെങ്കിലും ഒരു ട്രാക്ക് ചൂസ് ചെയ്തു, ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ മീഡിയം ട്രാക്ക് അവൻ ചൂസ് ചെയ്തതിന് ശേഷം അവൻ പോവുകയാണ്, ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവനെ നിങ്ങൾ എപ്പോഴാണ് ഇനി അടുത്ത പ്രാവശ്യം മെസ്സേജ് അയക്കുക? പിറ്റേന്ന് വിളിക്കും, എന്തായി ചോദിച്ചിട്ട്. പിറ്റേന്ന് വിളിക്കും.
എപ്പോഴാ തലേന്ന് രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് വിളിക്കുള്ളൂ? ആ അങ്ങനെ ചെയ്യാറുള്ളൂ. അതായത് ഇപ്പൊ ഇന്ന് രാവിലെ അവനെ വിളിച്ചു, ഇനിയിപ്പോ നിങ്ങൾ അടുത്ത ദിവസം രാവിലെ വിളിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ അവനായിട്ട് ഒരു കണക്ഷനും ഇല്ല അല്ലെ? 24 മണിക്കൂറിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും? അവൻ പലരെയും വിളിച്ചിട്ടുണ്ടാകും, ഇവൻ പലരെയും വിളിച്ചിട്ടുണ്ടാവും. ഇവൻ വിളിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇവന്റെ മൈൻഡ് പോസിറ്റീവായിട്ടിരുന്നതിനെ അപ്പാടെ തിരിച്ച് നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ടാവും. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ആ സമയത്ത് ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സ്റ്റേജിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ കൂടെ അത്രയും ദിവസം ഉണ്ടായിരുന്ന ആൾക്കാർ കൂടെ അവന്റെ കൂടെ ഉണ്ടാവില്ല. അതേസമയം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവന്റെ ചുറ്റോടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവന് സപ്പോർട്ടായിട്ട് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അവന്റെ സ്പോൺസർ. ഈ സ്പോൺസർ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോയതാ. അവന്റെ അവിടെ ഇരിക്കുന്നു, ഇവൻ ഇവിടെ ഇരിക്കുന്നു. ഇവന്റെ ചുറ്റിന് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഇവനെ നാശമാക്കിക്കൊണ്ടിരിക്കുക. ഈ സ്പോൺസർ അടുത്തുണ്ടാവണം, എങ്കിലേ ഇവനൊരു എന്താ പറയാ ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവന്റെ ആ പോസിറ്റീവ് മൈൻഡിനെ ഇങ്ങനെ തിരിച്ചു നിർത്താതെ അതേപോലെ പിടിച്ചു നിർത്താൻ പറ്റും. മനസ്സിലായോ? അതിനെന്ത് ചെയ്യണം? നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ ലീഡ് ക്രിയേറ്ററിനെ ഇറക്കത്തില്ല. ലീഡ് ക്രിയേറ്ററിനെ ഇറക്കുക അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ടിട്ട് നിങ്ങൾ അവരോട് പോയി ചോദിക്കില്ലേ, എന്തായി, ലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി അവർക്ക് മെസ്സേജ് അയച്ചോ? എത്ര പേര് ചോദിച്ചു വന്നു? ചോദിക്കാറുണ്ടോ? ഉണ്ട്. ഇതെന്തേ നിങ്ങളുടെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ ക്ലോസിംഗിൽ വരുന്ന വ്യക്തിയോട് നിങ്ങൾ ചെയ്യാത്ത? മനസ്സിലായോ? എങ്ങനെ ഫോളോ അപ്പ് കൊടുക്കണമെന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവർക്ക് തോന്നില്ലേ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കണതാണെന്ന്? എന്ത് കൺവിൻസ്? ഞാൻ അതാ പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് എന്താ പറയണ്ടേ? മറ്റുള്ളവൻ ഏൺ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവനെ ബൂസ്റ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനൊന്നല്ല ഞാൻ പറഞ്ഞേ. അത് ചെയ്താൽ അവിടെ കൺവിൻസിങ്, അവിടെ ക്യാൻവാസിങ്, അത് അവന് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ച് മെസ്സേജ് ചോദിക്കുക, എന്തായി, സ്റ്റാർട്ട് ചെയ്തു? ഇപ്പൊ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, എന്താണ് അവസ്ഥ? ഇപ്പൊ പറയും ഇങ്ങനെയൊക്കെയാണ്, നെഗറ്റീവ് പറയുന്നു. അപ്പൊ തന്നെ വിളിച്ചിട്ട് അവനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നെഗറ്റിവിറ്റി ഒരുപാട് കേൾക്കും. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യും, ഈ 2 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ഐഡിയ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അത് കേട്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക, നെഗറ്റീവ്സിനെ നോക്കി മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എത്ര പേരോട് ചോദിക്കാൻ പറ്റും? നിങ്ങൾ ഇതൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് 1 രൂപ മുടക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ആക്കാം, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ആൾക്കാർ ഒരുപാട് പേര് പറയും, കാരണം അവർക്ക് അറിയില്ല എന്താണ് ഫോർ അവർ ബിസിനസ്, എന്താണ് ഫോർ അവറിന്റെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്താ, ഇതൊന്നും അവർക്ക് ആർക്കും അറിയില്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാ നിങ്ങൾ മാത്രം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക, നെഗറ്റീവ് പറയുന്നവരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കും. ഒരു ചെവി കൂടെ കേട്ടോ, ഒരു ചെവി കൂടെ വിടുക. ഈ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടണം. അവരുടെ കൂടെ സപ്പോർട്ടിന് സ്പോൺസർ ഉണ്ട് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് വരും. എന്ത് കോൺഫിഡൻസ്? ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ സപ്പോർട്ട് അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവന് കിട്ടും. ശരിയാണോ? നിങ്ങൾ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പോൺസർ ക്യാൻവാസ് ചെയ്യാൻ വരാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ഏൺ ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് വീട് വെക്കാൻ, ബൈക്ക് വാങ്ങാൻ, കാർ വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച്. അതേസമയം നിങ്ങൾ നേരിടുന്ന ഒരു പ്രോബ്ലം, അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ സ്പോൺസർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ആ സ്പോൺസർ ഇനി എന്താ പറയാ, ഞാൻ വർക്ക് ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ ആ വ്യക്തി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തോന്നും. അതാണ് എനിക്ക് എന്റെ സ്പോൺസറിനോട് തോന്നിയത്. എന്റെ സ്പോൺസർ, ഞാൻ പറഞ്ഞു, എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായില്ല, എന്നെ ക്യാൻവാസ് ചെയ്യാൻ ഒന്നും വന്നില്ല. ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റിവിറ്റീസ് കേൾക്കുന്നുണ്ട്. ആളെന്നെ വിളിച്ചിട്ട് എനിക്ക് വേണ്ട സൊല്യൂഷൻ അതാണ്. അവിടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എന്താ പറയാ, ക്യാൻവാസ് ചെയ്യാനും അതെനിക്ക് ക്യാൻവാസിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല, എനിക്കുള്ള സൊല്യൂഷൻ തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ആള് നല്ല സപ്പോർട്ടീവ്, അതുകൊണ്ട് എനിക്കിത് ചെയ്തു വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, പേടിക്കാനില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ആള് എന്റെ തലയിലേക്ക് ഇൻജെക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു, ഇതിനുള്ള സോഴ്സസ് ഞാൻ കണ്ടെത്തി, ഞാൻ ഫണ്ട് റോൾ ചെയ്യാൻ തുടങ്ങി. ഇത് എന്റെ ആവശ്യമായിട്ട് ഞാൻ കണ്ടു, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം.
Sir, 5,000 purchase is also in prospect. മനസ്സിലായില്ല. 5,000 purchase. ഏത് പർച്ചേസിലാണെങ്കിലും ടാക്സിന്റെ ഇഷ്യൂ പറയാനില്ല എന്നാണ് തോന്നുന്നുണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. ടാക്സിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഫോർ കമ്പനി നേരിട്ട് വാങ്ങുന്ന ടാക്സ് അല്ല, അത് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. ഇന്ന പ്രൊഡക്റ്റിന് ഇത്ര ടാക്സ് എന്നുള്ളത് ഗവൺമെന്റിൻ്റെതാണ്, അപ്പൊ അത് കൊടുക്കേണ്ടതാണ്. അത് ഏത് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ വേറെ ഏത് പ്രൊഡക്റ്റ്, ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഓപ്പർച്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വേറൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ബ്രാൻഡിന്റെ എന്താ പറയാ എമൗണ്ട് എന്ന് പറയുന്നത് 80,000 ആണെങ്കിൽ അതിന്റെ ടാക്സ് മാത്രമായിട്ട് തന്നെ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ടോട്ടലി വരുമ്പോഴത്തേക്കും 1,30,000 മുകളിലാണ്. ടാക്സ് തന്നെ അത്രയും വലുതാണ്. പക്ഷെ അപ്പൊ അതേപോലെയാണ് നമുക്ക് ടാക്സിന്റെ ഇഷ്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ടാക്സ് കുറച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ട്രാക്ക് ഒക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് TTC കംപ്ലീറ്റ് ചെയ്ത് വർക്കിന് ഇറങ്ങാൻ പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാണ്ട് വരുന്ന ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? അതായത് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വർക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതെ അല്ലെ? അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറയും. കാരണം ഇപ്പോ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ബിസിനസ്, എന്താണ് നമ്മുടെ പ്രൊഡക്ട്സുകളുടെ ക്വാളിറ്റി, ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, ഇതിന്റെ പൊട്ടൻഷ്യൽ, ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ അവന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൈമാറി കൊടുക്കുന്നത്. ആണോ? അല്ലെ? ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് കൃത്യമായിട്ട് അവന്റെ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നീട് അവൻ ചെയ്യാത്തതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ദൈവങ്ങളല്ലല്ലോ. അവനൊരു സ്വയം തോന്നൽ വേണം. അവൻ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ആക്കിയത് തന്നെ അവനെ സംബന്ധിച്ച് ഓക്കെ, അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാണ്. അല്ലെ? അവന് പിന്നെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവൻ കംഫർട്ട് സോണിലോട്ട് പോകുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ക്വാളിറ്റി ഉള്ള പീപ്പിൾ ആവത്തില്ല. കാരണം നമ്മൾ ഒരു 5-6 ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ? അവന് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അല്ലാതെ ഒരു വ്യക്തി എങ്ങനെയാണെന്ന് ഒരു ക്ലിയർ ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ലല്ലോ. നമ്മള് അത് എന്താ പറയാ, നമ്മൾ ഇത്രയും ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത്രയും ദിവസം പ്രോപ്പർ ആയിട്ട് വരും. പിന്നീട് അവൻ ബിസിനസ് ഐഡിയ ഒക്കെ ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എന്താ പറയാ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ കംഫർട്ട് സോണിലോട്ട് പോകാൻ തുടങ്ങും. അവനെ എന്താ പറയാ പിന്നെ വർക്ക് ഇതിന് താല്പര്യം ഉണ്ടാവില്ല. അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോയി നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുമായിരിക്കും, മറ്റുള്ളവരുടെ ബിസിനസ് കാണിച്ചിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും. ഒരു കഥയില്ല. അങ്ങനെ പോകുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പോകുന്നവരെ ഞാൻ ഒന്നും പറയാറുമില്ല, മൈൻഡ് ചെയ്യാറുമില്ല. ഞാൻ അവരോട് ചോദിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ പറ്റില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ അവരെ പറ്റിച്ചു കൊണ്ടുവന്നതല്ല. അവർക്ക് വേണമെങ്കിൽ അവർ വർക്ക് ചെയ്യും. മനസ്സിലായി? അല്ലാതെ നമ്മുടേക്ക് വരുന്ന 10 പേരും നമ്മൾ പറയുന്നത് പോലെ പണിയെടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? നമ്മൾ ആരും ഇവിടെ ആരുടെയും ബോസ് അല്ല. എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി അവന് കൃത്യമായിട്ട് എന്താണ് ഫോർ അവർ ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, അതിന്റെ പ്രൊഡക്ട്സ്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവരുന്നു. ഇവനെ സംബന്ധിച്ച് അതിനുശേഷം നല്ല രീതിയിൽ അവന്റെ കൂടെ നിന്ന് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇവന് 1-2 ദിവസം ചെയ്തിട്ട് പിന്നെ അവനെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവൻ മാറിയിരിക്കുകയാണെങ്കിൽ അവനെ വീണ്ടും ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യും. ഞാൻ മറ്റുള്ള വ്യക്തികളുടെ അച്ചീവ്മെന്റ്സ്, നിന്നെ പോലുള്ള ആൾക്കാരാണ്, അവർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യാം. ഇവൻ ബൂസ്റ്റപ്പ് ആയിട്ട് എന്ത് ചെയ്യും? പിറ്റേ ദിവസം ഇത് വർക്ക്ഔട്ട് ചെയ്യും. ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും. 2 ദിവസം പണിയെടുക്കും. 3-ാമത്തെ ദിവസം അവൻ എന്ത് ചെയ്യും? ഇത് കളഞ്ഞിട്ട് പിന്നെ ഓഫ് ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും പോയി ബൂസ്റ്റപ്പ് ചെയ്യും. ഞാൻ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഇവനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സമയം കളയണോ? വേണ്ട. ഇട്ടേക്കുക. കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവന് വേണമെങ്കിൽ അവൻ സ്വീകരിക്കും, അവൻ വേണമെങ്കിൽ അതിനെ വർക്ക്ഔട്ട് ചെയ്യാനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, ഇനി വർക്കിന് ഇറങ്ങുന്ന ആളുകളെ നമ്മൾ പറഞ്ഞല്ലോ ഒരു 2 കോള് 3 കോളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം.
ചിലവര് അതിലും പഠിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വീണ്ടും വീണ്ടും ഗൈഡ് ചെയ്യാൻ നിൽക്കണോ, അതോ അവര് ശരിയാവുന്നവരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ അവരുടെ കോളൊന്നും സെറ്റ് ആവണില്ലെങ്കിൽ നേരെ വോയിസിലേക്ക് വിട്ടാൽ മതിയോ? അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമ്മൾ കൂടെ നിന്നാ ചെയ്യും, നമ്മളൊന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? നിങ്ങൾ എത്ര നാളത്തേക്ക് ചെയ്യും? അതായത് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ബിസിനസ്, നമ്മളിപ്പോ ഒരു ബിസിനസ് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താ? ആദ്യം ഒരു വ്യക്തി ഇൻഡിപെൻഡന്റ് ആവേണ്ടതോടെ BOP-ലേക്കുള്ള ഇൻവിറ്റേഷൻ അതെങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, അത് കോൾ ചെയ്തിട്ട് ചെയ്യിപ്പിക്കുക. അവരെ എന്താ പറയാ, അവർക്ക് തീരെ കോൾ ചെയ്യാൻ മടിയുള്ള, അല്ലെങ്കിൽ തീരെ കോൾ ചെയ്യാൻ മടിയ, അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രഷർ ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രഷർ കൊടുത്ത് അവരെ കൊണ്ട് കോൾ ചെയ്യിപ്പിക്കാൻ നോക്കരുത്. അവരെ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് വോയിസ് അയപ്പിക്കുക. അവരെ ഒരുപാട് ലീഡ്സും അവർക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കരുത്. അവരെ കുറഞ്ഞ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, വോയിസുകൾ കൊടുക്കാൻ ശ്രമിക്കുക. ഈ വോയിസ് അവരെ കൊണ്ട് ലൈവായിട്ട് കൊടുപ്പിക്കുക. മനസ്സിലായോ? അതല്ല, കോൾ ചെയ്യാൻ ഓക്കെ ആണ്, ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കോൾ ചെയ്യാം, ഇവരെ കൊണ്ട് കോൾ ചെയ്യിപ്പിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ കോൾ ചെയ്ത് കൊടുക്കുക, അവൻ്റെ അടുത്ത് പറയാ കോൾ റെക്കോർഡ് ചെയ്യുക. കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ കോൾ കഴിഞ്ഞാൽ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് ആ കോൾ കേൾക്കുക. രണ്ടാമത്തെ ആളുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ നിങ്ങൾ വിളിച്ചു കൊടുക്കുക. ആ കോളിൽ മിണ്ടാതിരുന്ന് അത് കേൾക്കുക. പിന്നീട് എന്താ പറയാ, റിപ്പീറ്റ് ചെയ്ത് അത് കേൾക്കുക. കേട്ടിട്ട് മൂന്നാമത്തെ ആളെ നീ വിളിക്കാം. നീ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യണം. ആ കോള് ഞാൻ കോളിലുണ്ടാവില്ല, നീ കോള് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് ആ കോൾ എനിക്ക് അയച്ചതാണ്. ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അല്ലാതെ ഇവൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ ആർക്ക് നഷ്ടം? അവൻ്റെ അടുത്ത് ചോദിക്കുക, ആർക്ക് നഷ്ടം? നിങ്ങൾ എന്തിനാ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്? എന്തിനാ ഇത്രയും ടേൺ ഓവർ ചെയ്തത്? 5,000 ആണെങ്കിൽ അത് വലിയ എമൗണ്ട് അല്ലേ? എന്തുകൊണ്ട് ഇത്രയും മുടക്കി വന്നു? നിങ്ങൾക്ക് ഏണിങ്സ് വേണ്ടേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അവനെ വിളിച്ച് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് BOP-ലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കാലെടുത്ത് വെച്ചത്? അല്ലെ? അത് അവന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അവൻ്റെ അടുത്ത് എന്താ പറയാ, ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി കൊടുക്കാം, സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ നിൽക്കാം. തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ചൂടായിട്ടൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആരുടെ അടിമകളല്ല. മനസ്സിലായി? അവന് ഈ ഒരു സംഭവം അവന് കറക്റ്റായിട്ട് അവന് മനസ്സിലാവും. അത് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവനൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, എനിക്ക് വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പേടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇത് ക്ലിയർ ചെയ്തെടുക്കണ്ടേ? നിനക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അല്ലെങ്കിൽ എത്ര ആൾക്കാർ, എത്ര വലിയവൻ നിന്നെ വിളിച്ചാലും അവൻ്റെ അടുത്ത് നിനക്ക് കോൺഫിഡൻസോടുകൂടി സംസാരിക്കണമെന്ന് നിനക്കൊരു ആഗ്രഹമില്ല. ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുമ്പോഴല്ലേ നിനക്ക് റെഡി ആവുന്നത്. ചിലപ്പോൾ ഈ കോളിൽ സംസാരിക്കുമ്പോൾ അത് റെഡി ആവത്തില്ല. ഈ കോളിൽ നീയായിട്ട് സംസാരിക്കുന്ന ആള് നിന്റെ പരിചയക്കാരനോ നിന്റെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരും അല്ലല്ലോ. നിന്നെ നാളെ എവിടെ വെച്ച് കണ്ടാലും പോലും മനസ്സിലാവാത്ത ആളായിരിക്കും, അല്ലെ? വല്ല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് അത് തെറ്റിയാലും നിനക്കെന്താ പ്രശ്നം? അവരെയും ബ്ലോക്ക് ചെയ്ത് വിട്ടോ പോരെ? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ കൂടെ നിന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇവിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നതല്ല, അല്ലേ? എന്നാണോ അല്ലെന്നാണോ? അതായത് ഈ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ തുടക്കക്കാരനാണ്. നമ്മുടെ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് അവൻ തുടക്കക്കാരനാണ്. അവന് ഇവിടുത്തെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അവൻ അറിയില്ല. അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവൻ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇവൻ ഈ ഒരു സംഭവത്തിൽ ഇത് നമ്മൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവന്റെ കോൾ റെക്കോർഡ് നമ്മളിരുന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന്റെ സംസാര രീതി ഓക്കെ ആണോ. രണ്ടാമത്തെ ആളെയും കോൾ ചെയ്യിപ്പിക്കുക, അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് ഇനി അത് ശരിയായില്ലെങ്കിൽ മൂന്നാമത്തെ ആളെ വിളിക്കുമ്പോൾ അത് കോൾ റെക്കോർഡ് ചെയ്യാൻ പറയാ, റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അപ്പോഴത്തേക്ക് അവൻ റെഡിയാവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് അതായത് BOP കോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ BOP ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവുകയേ വേണം. മനസ്സിലായോ? അപ്പൊ ഇവൻ എന്ത് ചെയ്യും? അവിടെ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു തന്നത് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി. ഇതിൽ നിനക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ആ മാറ്റങ്ങൾ വരുത്തി നീ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ അതേപോലെ സ്പോൺസർ അന്ന് പഠിപ്പിച്ചു കൊടുത്തത്
അതേപോലെ തന്നെ എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളതല്ല. അവനെ സംബന്ധിച്ച് ആദ്യം തുടക്കത്തിൽ ഒന്നും അറിയാൻ നിൽക്കുന്നവനാണ്. തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഒരു അപ്ലൈൻ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തിയെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, കരയിൽ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, തിയറി ക്ലാസ് എടുത്തു കൊടുത്തു, കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കണം വെള്ളത്തിൽ, എന്നിട്ട് ഇവനെ പിടിച്ച് നേരെ കടലിലോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഇവൻ നീന്തൽ പഠിക്കുമോ? മുങ്ങിച്ചാവില്ലേ അല്ലെ? അപ്പോ ഇവനെന്ത് ചെയ്യണം? അവന്റെ കൂടെ നിന്ന് നിങ്ങൾ നീന്തൽ പഠിപ്പിക്കാം. അതെ, ലൈഫ് ജാക്കറ്റ് ആവണം, സ്പോൺസർ. ഇവനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇത് പഠിപ്പിച്ചതിന് ശേഷം അവൻ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങും. ഓക്കെ, ചോദ്യത്തിനുള്ള ക്ലാരിറ്റി ക്ലിയർ ആയോ? ഉത്തരം ക്ലിയർ ആയോ? ഓക്കെ, ഏറെക്കുറെ. ഇനി നമുക്ക് ബിഗിനേഴ്സിനാവുമ്പോ ക്ലോസിംഗ് കോൾ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അപ്പൊ നമുക്ക് ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവരെ കണക്ട് ചെയ്ത് സംസാരിക്കണോ, അതോ നമ്മുടെ ടീമിന്റെ മീറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചാൽ മതിയോ? ആക്ഷൻ പ്ലാൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാം, എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അതിനുശേഷം അവരെ ഒന്ന് കോൾ ചെയ്യണം. കോൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അവിടെ നിന്ന് മേടിക്കണ്ട, അല്ലെങ്കിൽ എന്താ പറയാ ചോദിച്ചറിയണ്ട. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തായാലും വിളിച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാം, ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം, ഫാസ്റ്റ് ട്രാക്ക് മീഡിയം ട്രാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത് മനസ്സിലായോ, പ്രൊഡക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാനേജർ ലെവൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് മനസ്സിലായോ, എങ്ങനെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നിട്ട് എന്ത് ചെയ്യാ, പറയാ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഒരു സെക്ഷനോടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, ഈ ഫാസ്റ്റ് ട്രാക്ക് മീഡിയം ട്രാക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. സോ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്ലൈൻ, നിങ്ങളുടെ ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അവർക്കൊരു വാല്യൂ കൊടുത്ത്, ആ പ്രോഗ്രാമിന് ഒരു വാല്യൂ കൊടുത്ത് എന്ത് ചെയ്യുക, ആ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇവർ പ്രോഗ്രാം കഴിയുമ്പോൾ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞതുപോലെ അവരെ ക്ലോസ് ചെയ്യുക, ക്ലോസിംഗ് കോൾ ചെയ്യുക. അത് ബിസിനസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യുക, ആ ക്ലോസിംഗ് കോൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഫോളോ അപ്പ് കൊടുത്ത് ബിസിനസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടീം മെമ്പറുടെ ടീമിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഡൗൺലൈൻ്റെ ടീമിലാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്നാണ് കറക്റ്റ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ബിഗിനർ ആണെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് ഞാൻ ഈ പറഞ്ഞ BOP കോൾ എങ്ങനെ ചെയ്യണം, ഇതുപോലെ അവരെ ആ ക്ലോസിംഗിലും ബെറ്റർ ആക്കുക, ഇൻഡിപെൻഡന്റ് ആക്കുക. നിങ്ങൾ അവർക്ക് ആദ്യം 2-3 കോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക, ബാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അല്ലാതെ അവർക്ക് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ക്ലോസിംഗിന്റെ സ്റ്റേജിലായിരിക്കും ഒന്ന് 2 പേര് പോകും. അവര് ചെയ്തു തുടങ്ങുമ്പോൾ കൺവേർഷൻ ഉണ്ടാവില്ല, 1-2 പേര് പോകുമായിരിക്കും. ഇനിയിപ്പോ എല്ലാ ബിസിനസ്സും നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ആരെയും കയ്യിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അവർക്ക് കോൾ ചെയ്ത് കൊടുക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ തന്നെ അവിടെ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന ഇവരാരും ഇൻഡിപെൻഡന്റ് ആവത്തില്ല. എന്ന് നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോയി അവിടെ ക്ലോസ് ചെയ്താൽ മതി ബിസിനസ്? പറ്റില്ല. അവർ ഇൻഡിപെൻഡന്റ് ആവണം. ഇവർ ഇൻഡിപെൻഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം നമ്മൾ. അവർ സ്വയം ആകുന്നത് ചാൻസ് കുറവാണ്. മനസ്സിലായി? നമ്മളാക്കി എടുക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് മടി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, പേടി ഉണ്ടാകും, കുഴപ്പമില്ല. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചും ക്ലോസിംഗിന്റെ സമയത്ത് പേടി വരുന്നതിന്റെ കാര്യം അവരെ സ്പോൺസേഴ്സ് ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അപ്ലൈൻസ്, നിങ്ങളാണെങ്കിൽ, നിങ്ങളൊരു അപ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ക്ലോസിംഗ് നടക്കണം, അവിടെ ബിസിനസ് പക്കയായിട്ട് കയറണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ക്ലോസിംഗ് കോള് മുതൽ എല്ലാ കാര്യം, ക്ലോസിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ടീം ഇൻഡിപെൻഡന്റ് ആവില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന കാലം മുഴുവൻ നിങ്ങൾ ഇറങ്ങി പണിയെടുത്താലേ അവിടെ നിങ്ങൾക്ക് ബിസിനസ് കയറും. മനസ്സിലായോ? അതുകൊണ്ട് അവരെ 1-2 കോള് നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്താ പറയാ, അവര് റെക്കോർഡ് ചെയ്തതിന് ശേഷം അവരെ പഠിപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് കോൾ ചെയ്യിപ്പിക്കുക. കോൾ റെക്കോർഡ് നമ്മൾ കേൾക്കുക, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അടുത്ത കോൾ ചെയ്യിപ്പിക്കുക, അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക. ഇങ്ങനെ പതുക്കെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഹോൾ ടീമിലുള്ള ഇത്രയും പ്രോസ്പെക്ട്സിനെയും
കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ക്ലോസിംഗ് മീറ്റോ അങ്ങനെ എന്തെങ്കിലും അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഒരു അപ്ലൈൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ ഇട്ട് വെക്കാം. ഓക്കെ, എന്നാലും നമ്മൾ അവിടെ കഴിഞ്ഞ് ക്ലോസിംഗിന് പോകണ്ടേ? അവരുടെ എന്താണ് ട്രാക്ക് എന്ന് ചോദിക്കാൻ മെന്റേഴ്സ് പോണോ നമ്മൾ പോണോ എന്ന് ചോദിക്കുന്നത്? അത് ക്ലോസിംഗ് മീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. ജസ്റ്റ് അവരെ എന്താ പറയാ, അവര് ഓക്കെ ആണ്, ഇവർ ഈ പറഞ്ഞ കോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് പറയാം, അവർ ടേൺ ഓവർ അല്ലെങ്കിൽ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈന്റെ നമ്പർ ഇത് അപ്ലൈന്റെ നമ്പറാണ്, ആൾക്ക് മെസ്സേജ് ചെയ്യുക, ആള് TTCക്കുള്ള അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിനുള്ള സീറ്റ് കൺഫേം ചെയ്തു തരും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. അവരുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ വെക്കുക, ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ നിങ്ങളൊരു കണക്ഷൻ വെച്ചേക്കാം, എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അപ്ലൈൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകും. നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ബിസിനസ് ടൺ ആവാനും സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ചെയ്യാൻ നിൽക്കരുത്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാന സമയത്ത് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക. ഓക്കെ, അതെന്തായാലും നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. അവര് നമ്മളിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ കൺവിൻസിങ് ആയിട്ടും തോന്നില്ലല്ലോ. അതെ, നമ്മളിപ്പോ ഒരാള് ചെല്ലുന്ന ആളുടെ പിന്നാലെ മെന്റേഴ്സ് മുഴുവൻ അങ്ങോട്ട് പോകരുത്, ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്. മെസ്സേജ് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കും, എന്നിട്ട് അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അതൊരു ക്യാൻവാസിങ് ആണ്, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. സോ അതിലേക്ക് പോകരുത്. ഇങ്ങനെ കോളിംഗ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈന് മെസ്സേജ് അയക്കുക. അപ്ലൈന്റെ നമ്പറാണിത്. സോ ആള് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എന്താ പറയാ ഒരു നെഗറ്റിവിറ്റിയോ അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആള് ക്ലിയർ ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക, അവരുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ വെക്കുക, അവരെ ക്ലോസ് ചെയ്യുക. നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? പിന്നെ ആരോ ഫീഡ്ബാക്കിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ഫീഡ്ബാക്കിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പലരും ട്രെയിനിങ്സ് അല്ലെങ്കിൽ POP അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് തരിക, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്പോൺസേഴ്സും പറയാറുണ്ട്. അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾ ഫീഡ്ബാക്ക് മേടിക്കേണ്ട കാര്യമില്ല. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞ്, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ടൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഫീഡ്ബാക്ക് ചോദിച്ചാൽ ലാഗാണ് പറയുന്നത്. അതെ, ഫീഡ്ബാക്ക് ചോദിച്ചാൽ അവർ ലാഗ് ആകും. കാരണം ചില ആൾക്കാർ എന്ത് ഫീഡ്ബാക്ക് ഇപ്പൊ കൊടുക്കുക എന്നുള്ളൊരു സംശയത്തില്, ഇനിയിപ്പോ എനിക്ക് വയ്യ, ഇനിയിപ്പോ ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കണമല്ലോ, അതും അടിച്ചിട്ട് ചില ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യാത്തത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ സൈക്കോകളുണ്ട്. സോ എന്ത് ചെയ്യാ, ഫീഡ്ബാക്ക് എന്നുള്ള ഒരു സംഭവത്തിലോട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾ പറയാ, ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, ഇത്ര സമയത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്താ ഇന്നത്തെ പ്രോഗ്രാം എന്താണോ, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് എന്താണോ, ആ ട്രെയിനിങ്ങിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ടൈമിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ചിത്രം പറഞ്ഞാൽ മതി. ട്രെയിനിങ് ഫുൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, എനിക്ക് ട്രെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ മറക്കരുത്, ലേറ്റ് ആവാതെ സെക്ഷൻ ഫുൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും സ്വാഭാവികമായിട്ടും മെസ്സേജ് അയക്കും. മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുക, അവരുമായിട്ട് എന്താ പറയാ, മെസ്സേജ് അയച്ച് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്തിരിക്കാറില്ലേ, അതേപോലെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായോ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നിയത്, ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് അടുത്ത ട്രെയിനിങ്ങിന് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞു പോകുക. എന്നിട്ട് നാളത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ ഇതേപോലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എന്നെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യട്ടോ, ഇത്രയും പറഞ്ഞേക്കുക. ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ മെസ്സേജ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താ, ഫീഡ്ബാക്ക് ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ, അവൻ സെക്ഷൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഇതല്ലേ ഫീഡ്ബാക്ക് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം. ചോദിച്ച് ഇതേപോലെ ഇന്ററാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു തരില്ലേ.
അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സെഷൻ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ ഹൗസ് വൈഫ്സ് ആണ് മെന്റർ എന്ന് വെച്ചാൽ മെന്റർക്കും വിളിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ വീട്ടിൽ ബിസി ആയിരിക്കും. അതുപോലെ പ്രോസ്പെക്റ്റും ഹൗസ് വൈഫ് ആണെങ്കിൽ അവർക്കും ആ ഒരു ടൈമിൽ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ അത്ര ഒരു കൺവീനിയന്റ് ആവില്ല. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉടനെ തന്നെ വിളിക്കലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യലും കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലാഗ് വരും. ഞാൻ വിളിക്കാനല്ലല്ലോ പറഞ്ഞേ, ടെക്സ്റ്റ് ചെയ്യാനാണ്. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓവർ കോളിംഗ് ആയി പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? കോൾ ചെയ്യണ്ട, ടെക്സ്റ്റ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ചെയ്യുന്നതിന് വല്ല പാടുണ്ടോ? ഉണ്ടോ? അല്ല, നമുക്ക് ഒന്നേ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇപ്പൊ നമുക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതാ ഞാൻ ചോദിച്ചു വന്നത്. വിളിക്കണ്ട, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണ്ട. എന്തായാലും സെക്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചിലർ വിളിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ എല്ലാ സെക്ഷനിലേക്കുള്ള ഇൻവിറ്റേഷനും പോകുന്നത് കോളിങ്ങിലൂടെ. ഞാൻ രാവിലെ എപ്പോഴാണോ അവർ ഫ്രീ ആവുന്ന സമയം അത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടാണ് അന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യട്ടോ, നമുക്കൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. കാരണം എന്താ, ഞാൻ അവിടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യട്ടോ, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. അവനവിടെ കിട്ടും, ഓക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള, അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. അത് മനസ്സിലാക്കി അവൻ പ്രോപ്പറായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയി ടെക്സ്റ്റ് ആണ് ചെയ്യുന്നത്, ചാറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അവിടെ എനിക്ക് ഒരുപാട് സമയം കൊടുക്കേണ്ടി വരുന്നില്ല, കോൾ ചെയ്യുന്നില്ല. അവിടെ കോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ചാറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അറിയുക. അപ്പൊ അവർക്കും ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ടില്ല. കമ്പനിയോട് പറഞ്ഞിട്ട് പൈസ കുറച്ച് കുറയ്ക്കാൻ പറയും. എന്താ പൈസ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇതിപ്പോ എന്റെ കമ്പനി അല്ലല്ലോ. അതായത് പൈസ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റും കുറയും. മനസ്സിലായോ? ഇവിടെ എന്തായാലും പൈസ കൂടുന്നത് 2cc മാത്രമാണ്. മീഡിയം ട്രാക്ക് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. മീഡിയം ട്രാക്കിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തന്നല്ലേ. മനസ്സിലായോ? മീഡിയം ട്രാക്കിന് ബെനിഫിറ്റ് ഉണ്ട്. അവിടെ പൈസ കൂടുതലൊന്നും പറയുന്നില്ലല്ലോ. മിനിമം 5500 അതിന്റെ ട്രാക്ക് കംപ്ലീറ്റ് ആയാൽ മതി, പർച്ചേസിങ് കംപ്ലീറ്റ് ആയാൽ മതി. 2cc വലിയ ഇതാണെന്ന് പറയുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക, മിനിമം മീഡിയം ട്രാക്ക് ചെയ്യിപ്പിക്കാം. അതല്ല ഡൗട്ട് എന്ന് തോന്നുന്നു ചെയ്തത്. കാരണം 200 രൂപയുടെ അലോവേര ഫേസ് വാഷ് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ 1100 രൂപയുടെ അലോ സ്ക്രബ് മേടിക്കാൻ പറയുമ്പോ അയ്യോ വില കൂടുതലാണ് എന്ന് പറയുമല്ലോ. അതെ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഈ കോംബോയ്ക്ക് പ്രൊഡക്റ്റ് ഇപ്പൊ റേറ്റ് കൂടുന്നുണ്ടല്ലോ. ഓക്കെ. അതാവാനാ ചാൻസ്. എനിക്ക് ഡൗട്ട് ഓക്കെ. ഈ പ്രൊഡക്ട്സിന് റേറ്റ് കൂടുന്നതിന്റെ കാര്യങ്ങള് ഞാൻ എന്തായാലും എന്റെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണും. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഇവരോട് ചോദിക്കുക. ഇവര് ഈ പറഞ്ഞ അലോവേര പ്യുവർ ജെല്ല് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്ട്സ്, ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതല്ല ഇനിയിപ്പോ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അവരെ പിടിച്ച് കേൾപ്പിക്കാനിരുത്തുക, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ ചെയ്തു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുതലാണ്, എന്തുകൊണ്ട്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവർക്ക് ഈ 6 ദിവസത്തെ ഫോളോ അപ്പിൽ പോകേണ്ട കാര്യങ്ങളാണ്. അവസാന സമയത്ത് ഇവർ ഈ ഒരു എക്സ്ക്യൂസ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അത് നിങ്ങൾ കൊടുത്ത ഫോളോ അപ്പിന്റെ പ്രശ്നങ്ങളാണ്. മനസ്സിലായി? ഈ പറഞ്ഞ പ്രൊഡക്ട്സിന് എന്തുകൊണ്ട്, ഫോറവറിന്റെ പ്രൊഡക്ട്സുകൾക്ക് എന്തുകൊണ്ട് റേറ്റ് കൂടുതൽ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ 6 ദിവസം ഫോളോ അപ്പിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ്